ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നാടൻ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അല്പം പഴുപ്പ് കുറവാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി തൈരും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് ഏകദേശം ഇതുപോലെ കുക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആവും ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുത്താൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ അല്പം വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ അല്പം ടൈം എടുക്കും. അപ്പോൾ മാമ്പഴമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് ഞാൻ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. നെയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 1.5 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്തേക്കും ഇതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ കടുക് താളിച്ചത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.